നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സൗദി അറേബ്യയിലെ ക്ലാസിക് പോരാട്ടത്തിൽ കരീം ബെൻസിമയുടെ ഇരട്ട ഗോളുകൾ വരുന്നത് ഒന്ന് റെഗുലർ ടൈമിലും മറ്റൊന്ന് എക്സ്ട്രാ ടൈമിലുമാണ്. ഏതായാലും ബെൻസിമ മിന്നിക്കത്തിയ മത്സരം. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിലാണ് അൽ ഹിലാലിനെ അൽ ഇത്തിഹാദ് പരാജയപ്പെടുത്തുന്നത്. 2-2 സമനിലയായിരുന്നു എക്സ്ട്രാ ടൈം കഴിയുമ്പോൾ മത്സരം ഉണ്ടായിരുന്നത്. ഷൂട്ടൗട്ടിൽ 3-1 അൽ ഇത്തിഹാദ് വിജയിച്ചു കയറുമ്പോൾ അൽ ഹിലാലിൻ്റെ പ്രധാന താരങ്ങൾ പെനാൽറ്റി മിസ് ചെയ്യുന്ന കാഴ്ച. കാനോ ആദ്യ പെനാൽറ്റി മിസ് ചെയ്തു. പിന്നെ ബ്രസീലിയൻ താരം ലിയനാർഡോ പെനാൽറ്റി മിസ് ചെയ്തു. മാൽക്കം പെനാൽറ്റി മിസ് ചെയ്തു. അതേസമയം മറുഭാഗത്ത് ഡാനിലോ പെരീരയും ഫാബിഞ്ഞോയും കരീം ബെൻസിമയും കൃത്യമായി തങ്ങളുടെ പെനാൽറ്റികൾ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. അൽ ഇത്തിഹാദിനെ വിജയത്തിലേക്ക് കൊണ്ടുപോയി. മത്സരത്തിൽ നെയ്മർ ജൂനിയറെ രജിസ്റ്റർ ചെയ്തിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ഫിറ്റായിട്ടും കളിപ്പിക്കാതെയാണ് അൽ ഹിലാൽ ഇറങ്ങിയത്. അൽ ഹിലാലിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് മിട്രോവിച്ചും സലേം അൽ ദൗസാരിയും മാൽക്കവുമൊക്കെ ഒരുമിച്ചാണ് ഇറങ്ങിയത്. മറുഭാഗത്ത് ബെർജുവിനും കരീം ബെൻസിമയും അസം മുവാറും ചേർന്നുകൊണ്ട് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചു. അൽ ഇത്തിഹാദിൻ്റെ മധ്യനിരയിലെ ഫാബിഞ്ഞോയും എൻഗോളോ കാണ്ടയും ഉണ്ടായിരുന്നു. കളിയുടെ ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. രണ്ടാം പകുതിയിൽ 63-ാമത്തെ മിനിറ്റിൽ കരീം ബെൻസിമയിലൂടെ അൽ ഇത്തിഹാദ് ലീഡെടുത്തെങ്കിലും സലേം അൽ ദൗസാരിയിലൂടെ 72-ാമത്തെ മിനിറ്റിൽ അൽ ഹിലാൽ ഒപ്പം പിടിച്ചു. മത്സരം 90 മിനിറ്റ് ആകുമ്പോൾ 1-1 സമനില. എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുന്നു. എക്സ്ട്രാ ടൈമിൽ 101-ാമത്തെ മിനിറ്റിൽ ബ്രസീലിയൻ താരം ലിയനാർഡോ അൽ ഹിലാലിനെ മുന്നിലെത്തിച്ചെങ്കിലും 114-ാമത്തെ മിനിറ്റിൽ മാസ്റ്റർ കരീം ബെൻസിമ വീണ്ടും ഗോൾ അടിക്കുന്നു. മത്സരം 2-2 സമനില. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 1-3 അൽ ഇത്തിഹാദ് വിജയിച്ചുകൊണ്ട് കിങ് കപ്പ് ഓഫ് ചാമ്പ്യൻസിന്റെ സെമി ഫൈനലിലേക്ക് കടന്നുപോയി. അൽ ഹിലാൽ പൊട്ടി പുറത്തായിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് എത്താം.